നമ്മൾ ഇതുവരെ പഠിച്ചത് എന്തായിരിക്കും? സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് അല്ലേ? സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്, ആ ലാംഗ്വേജ് അത് ആ ഒരു SQL എന്നുള്ള പാർട്ട് നമ്മൾ കഴിഞ്ഞിരിക്കുന്നു അല്ലേ? കുറച്ച് ലെങ്തി ആണ്, അതൊരു പ്രാക്ടിക്കൽ ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് പ്രാക്ടിക്കൽ ലെവലിൽ വരുമ്പോൾ തന്നെയാണ് കൂടുതലായിട്ട് ഇൻട്രസ്റ്റിംഗ് ആവുള്ളൂ. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഇന്ന് ഞാനിവിടെ എടുക്കാൻ പോകുന്നത് കുറച്ച് പ്രോഗ്രാംസ് ആണ്. ഓക്കെ, നമുക്ക് എക്സാമിന് നമ്മൾ റെക്കോർഡിൽ എഴുതുന്ന തരത്തിലുള്ള കുറച്ച് പ്രോഗ്രാംസ്, കുറച്ച് വർക്കുകളാണ് ഞാൻ തരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലൂടെ നിങ്ങൾ എന്താ പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ ഈസി ആവാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്തത്. അപ്പോൾ കുറച്ച് ക്വറീസ് ഞാൻ പറഞ്ഞു തരും, അത് ക്ലിയർ ആയിട്ട് പഠിക്കാം. ഇപ്പോൾ എഴുതി തരുന്ന വർക്കുകൾ നിങ്ങളുടെ നോട്ട് ബുക്കിൽ കൃത്യമായിട്ട് എഴുതിയിരിക്കണം. ഓക്കെ, നമുക്കെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് റൈറ്റ് SQL കമൻറ്റ്. SQL കമൻറ്റ് എഴുതാനാണ് പറയുന്നത്. ഏതൊക്കെയാണ്? ടു ക്രിയേറ്റ് ആൻ എംപ്ലോയി ടേബിൾ വിത്ത് ദ ഫോളോയിങ് ആട്രിബ്യൂട്ട്സ്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞില്ലേ എംപ്ലോയി ടേബിൾ. അപ്പോൾ ടേബിളിൻ്റെ നെയിം എന്ത് കൊടുക്കണം? ക്വസ്റ്റ്യനിൽ എന്താണ്? എംപ്ലോയി എന്ന് പറഞ്ഞിട്ടാണ് അല്ലേ? അപ്പോൾ എംപ്ലോയി എന്ന് പറയുന്ന ഒരു ടേബിൾ അവിടെ ക്രിയേറ്റ് ചെയ്യണം. ക്ലിയർ? അതിൽ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് എംപ്ലോയി ID, നെയിം, സാലറി. അതായത് ഫീൽഡ് കോളമൈസ് എന്താ? ID വേണം, നെയിം വേണം, സാലറി വേണം. നമുക്കറിയാം ഏത് ഫീൽഡിലും എന്തുണ്ടാകും? വിത്ത് ഡാറ്റ ടൈപ്പ് അവിടെ മസ്റ്റാണ് അല്ലേ? അപ്പോൾ ഡാറ്റ ടൈപ്പ് എംപ്ലോയി IDയുടെ ഡാറ്റ ടൈപ്പാണ് ഇൻറ്റീജർ. ദെൻ അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഏത് കീ ആണ് അവിടെ? പ്രൈമറി കീ. ഓക്കെ, ദെൻ നെയിം കെയർ ഓഫ് 30 നോട്ട് നൾ ആണ് അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. സാലറി ന്യൂമറിക് എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് കൊടുക്കുകയാണ് 7,2. അപ്പോൾ ഇവർ കുറച്ച് ആട്രിബ്യൂട്ട്സ് തന്നിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഒരു എംപ്ലോയി എന്ന് പറയുന്ന ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ. എംപ്ലോയി എന്ന് പറയുന്ന ഒരു ടേബിൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യും? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? എന്തായാലും പഠിച്ചിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇതിന് മുന്നേ ഒരു സിൻടാക്സ് പറയുന്നുണ്ട് അല്ലേ? എങ്ങനെയാണ് ടേബിൾ ക്രിയേറ്റ് ചെയ്യുക? ക്രിയേറ്റ് ടേബിൾ നെയിം അല്ലേ? ക്രിയേറ്റ് ടേബിൾ നെയിം ആണ് എന്ത്? ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ക്രിയേറ്റ് ടേബിൾ നെയിം ഏതാ കൊടുക്കേണ്ടത്? എംപ്ലോയി അല്ലേ? ഓക്കെ, എംപ്ലോയി. ഓക്കെ, ഈ എംപ്ലോയി എന്ന് പറഞ്ഞിട്ട് അതിൽ എത്രത്തോളം ഫീൽഡുകളുണ്ട് എന്നുള്ളത് നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ക്രിയേറ്റ് അതിനാണല്ലോ ഈ ആട്രിബ്യൂട്ട്സ് തന്നിരിക്കുന്നത്. അപ്പോൾ ക്രിയേറ്റ് ടേബിൾ എംപ്ലോയി, ദെൻ എന്ത് ചെയ്യണം? എംപ്ലോയി ID അല്ലേ? EMPID ഇതിങ്ങനെ കൊടുക്കുക. ഇൻറ്റീജർ പ്രൈമറി കീ, കോമ. അടുത്തത് ഏതാ? നെയിം കെയർ ഓഫ് 30 നോട്ട് നൾ, സാലറി ന്യൂമറിക് ഓഫ് 7,2 എന്ന് നമ്മൾ എന്ത് കൊടുക്കണം? 7,2. അങ്ങനെയാണ് ഒരു ക്വറി അവസാനിക്കുന്നത് ഇവിടെ. ഓക്കെ, അപ്പോൾ എന്താണ് ഇപ്പോൾ ചോദിച്ചിട്ടുള്ളത്? ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. ഈ ആട്രിബ്യൂട്ട്സ് ഒക്കെ വെച്ചിട്ട് എങ്ങനെയാണ് ക്വറി ഉണ്ടാക്കുക, അല്ലെങ്കിൽ ടേബിൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക? എങ്ങനെയാണ്? ക്രിയേറ്റ് ടേബിൾ എംപ്ലോയി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ഒരു എംപ്ലോയി എന്ന് പറയുന്ന ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തു. എന്തൊക്കെ ഫീൽഡുകളാണ് വേണ്ടത്? എംപ്ലോയി ID. ഇവിടെ ഇനി അടുത്തത് എന്താ വരേണ്ടത്? നെയിം, സാലറി. അതൊക്കെ ഇവിടെ എഴുതാം, അത് ക്ലോസ് ചെയ്യാം, ദെൻ സെമിക്കോളൻ. ക്ലിയർ ആയല്ലോ? ടേബിൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്തു? ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ ആണ് ഇത്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് എങ്ങനെയാണ് റൈറ്റ് SQL കമൻറ്റ്സ് ടു ഡാറ്റ എൻട്രി ടു എംപ്ലോയി ടേബിൾ വിത്ത് ദ ഫോളോയിങ് ആട്രിബ്യൂട്ട്സ്. നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചു അല്ലേ? അതിന് ഫീൽഡൊക്കെ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്തു അല്ലേ? ഇനി ചോദിക്കുന്നത് ഇൻസേർട്ട് ചെയ്യുക, ഡാറ്റാസ് ഇൻസേർട്ട് ചെയ്യണം. നമുക്കറിയാം എംപ്ലോയി ID ഉണ്ട്, നെയിം ഉണ്ട്, സാലറി ഉണ്ട്. ഇനി അതിനൊക്കെ വാല്യൂസ് കൊടുക്കണം അല്ലേ? ഡാറ്റാസ് അല്ലേ? ഡാറ്റാസ് എൻ്റർ ചെയ്യണം. എങ്ങനെയാണ് ഡാറ്റ എൻ്റർ ചെയ്യുക? ഇൻസേർട്ട് ഇൻടു എന്ന് പറഞ്ഞത് അല്ലേ? അപ്പോൾ എങ്ങനെയാണ് കൊടുക്കേണ്ടത്? ഈ ഒരു ആട്രിബ്യൂട്ട്സ് വെച്ചിട്ട് എങ്ങനെയാണ് ഡാറ്റ ഇൻസേർട്ട് ചെയ്യുക? എങ്ങനെയാണ്? ഇൻസേർട്ട് ഇൻടു എവിടെയാണ്? എംപ്ലോയിയിലേക്ക് ഡാറ്റാസ് ഇൻസേർട്ട് ചെയ്യണം. വാല്യൂസ് ഓഫ് 101. ഞാൻ പറയുന്ന ഒരു എംപ്ലോയി ID 101 ആണ്. നെയിം എന്ന് പറയുന്നത്
ബിനു. ദെൻ സിംഗിൾ കോട്ട്സിലാണ് എഴുതിയിട്ടുള്ളത് കേട്ടോ, സിംഗിൾ കോട്ട്സിൽ അറിയാലോ നിങ്ങൾക്ക്. നെക്സ്റ്റ് ഈസ് സാലറി 30,000. ഓക്കെ, ഇതെന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഈ കൊടുത്തു വെച്ച, അതായത് ഉണ്ടാക്കിയ, അതായത് ടേബിൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ആ ടേബിളിലേക്ക് വാല്യൂസ് ഇൻസേർട്ട് ചെയ്തു അല്ലേ. ഇൻസേർട്ട് ഇൻ ടു എംപ്ലോയി വാല്യൂസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് കൊടുക്കണം? ഇങ്ങനെ കൊടുക്കണം. ഓക്കെ, ഇനി അഥവാ വാല്യൂസ് എന്ന് പറയുന്നതിന് മുമ്പ്, അതായത് ഈ ഒരു എംപ്ലോയി ID അതുപോലെ തന്നെ നെയിം സാലറി ഒന്ന് ഒരുമിച്ച് എഴുതാനും പറ്റും. അതായത് ഇങ്ങനെ എഴുതാം എന്നാണ് പറയുന്നത്. ഇൻസേർട്ട് ഇൻ ടു എംപ്ലോയി എന്ന് പറഞ്ഞിട്ട് ഫീൽഡ് ഏതൊക്കെയാണ് നമ്മൾ ഫീൽഡ് പഠിച്ചിട്ടുള്ളത്? EMPID, നെയിം, സാലറി എന്ന് പറഞ്ഞിട്ട് എന്ത് കൊടുക്കുക? വാല്യൂസ്. ഏതൊക്കെ വാല്യൂസ് ഉണ്ട്? ആ 3 വാല്യൂസ് ഇല്ലേ, ഇത് കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ ആയാലും നമുക്ക് എഴുതാം. അതായത് ഏത് ഫീൽഡ് കിട്ടണം എന്നുള്ളത് സ്പെസിഫൈ ചെയ്തുകൊണ്ടാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നിങ്ങളിപ്പോൾ ഒരെണ്ണം പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടു ഡിലീറ്റ് എ റോ വിത്ത് എംപ്ലോയി ID 101. ഇതുപോലെ ഞാൻ ഒരുപാട് 102 എന്ന് പറയുന്ന എംപ്ലോയി ID അങ്ങനെ 5 വരെ ഞാൻ ചെയ്തിട്ടുണ്ട്. 102, 101. ഓക്കെ, അത് ഞാൻ ആ റോ മാത്രം എനിക്ക് ഡിലീറ്റ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് കമൻ്റാണ് യൂസ് ചെയ്യേണ്ടത്? ഡിലീറ്റ് കമൻറ്റ് അല്ലേ. ഡിലീറ്റ് ഓർമ്മയില്ലേ? ഡിലീറ്റ്. അപ്പോൾ എങ്ങനെയാ ചെയ്യാം? ഡിലീറ്റ് ഏതാണ് വേണ്ടത്? എംപ്ലോയി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എംപ്ലോയി എന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ടേബിൾ. അപ്പോൾ ഡിലീറ്റ് എംപ്ലോയി, ഒരു കണ്ടീഷൻ വയ്ക്കണം അല്ലേ, വേർ EMPID ഈക്വൽ ടു 101. അപ്പോൾ എന്ത് ചെയ്യും? EMPID 101 എന്നുള്ള റോ മൊത്തം, റോ ഡിലീറ്റ് ചെയ്യാനല്ലേ ഡിലീറ്റ് കമൻറ്റ് യൂസ് ചെയ്യുന്നത്, ആ റോനെ ഡിലീറ്റ് ചെയ്ത് പോകും. ഡിലീറ്റ് എംപ്ലോയി വേർ EMPID ഈക്വൽ ടു 101. ക്ലിയർ ആയല്ലോ? ഇതാണ് ഒരു ഓവറോൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക, ഇൻസേർട്ട് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ പരിചയപ്പെടാം. ഇതെന്ന് പറയുന്നത് പ്രാക്ടിക്കലിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്തായാലും എല്ലാവരും നോട്ടിൽ ഇത് എഴുതിയിരിക്കണം. ഓക്കെ, ടു ക്രിയേറ്റ് എ ടേബിൾ സ്റ്റുഡൻറ്റ് വിത്ത് ഫീൽഡ്. ഏതൊക്കെ ഫീൽഡാണ് ക്രിയേറ്റ് ചെയ്യാൻ പറയുന്നത്? റോൾ നമ്പർ, നെയിം, സബ് 1, സബ് 2, ടോട്ടൽ. റോൾ നമ്പർ, നെയിം, സബ് 1 മീൻസ് സബ്ജക്റ്റ് 1, സബ്ജക്റ്റ് 2, ദെൻ ടോട്ടൽ. അപ്പോൾ അതിൻ്റെ ഡാറ്റ ടൈപ്സും അവർ തന്നിട്ടുണ്ട്. ഓക്കെ, റോൾ നമ്പർ നമുക്കറിയാം എന്താ ഡാറ്റ ടൈപ്പ് അവിടെ ഇൻറ്റിജർ ആണെന്ന് അറിയാം. അതുകൊണ്ട് അതോടെ സ്പെസിഫൈ ചെയ്തിട്ട് പറഞ്ഞിട്ടില്ല. ഇങ്ങനെ തന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ പറയുന്നത് ഇൻസേർട്ട് ഡാറ്റ ഇൻ ദ ഫീൽഡ്, അതായത് ഓരോ ഫീൽഡിലേക്ക് ഡാറ്റാസ് ഇൻസേർട്ട് ചെയ്യണം. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. 5 റെക്കോർഡ്സ് എങ്കിലും ഉണ്ടാവണം എന്നാണ് പറയുന്നത്. 5 റെക്കോർഡ്സ് ഉണ്ടാവണം. റോൾ നമ്പർ, നെയിം, സബ്ജക്റ്റ് 1, സബ്ജക്റ്റ് 2, ഈ ഒരു 5 ഫീൽഡാണ് തന്നിരിക്കുന്നത്. പക്ഷേ 4 ഫീൽഡ് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഇൻസേർട്ട് ചെയ്യാൻ നമുക്ക് ആദ്യത്തെ ഒരു ക്വസ്റ്റ്യനിൽ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ചെയ്യാന്നാണ് ഇത്. ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ടേബിൾ ക്രിയേറ്റ് ചെയ്യുക? അത് പഠിച്ചിട്ടുണ്ട് അല്ലേ. ക്രിയേറ്റ് ടേബിൾ, ടേബിൾ നെയിം. ക്രിയേറ്റ് ടേബിൾ, ടേബിൾ നെയിം. ഇപ്പോൾ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ഒരു ടേബിൾ നെയിമാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ക്രിയേറ്റ് ടേബിൾ, ടേബിൾ നെയിം. ക്ലിയർ? എന്നിട്ട് ഏതൊക്കെ ഫീൽഡാണുള്ളത്? റോൾ നമ്പർ, നെയിം, സബ് 1, സബ് 2, ടോട്ടൽ. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിൽ എഴുതേണ്ടത്? റോൾ നമ്പർ, ഇവിടെ സ്പേസ് ഇടാനൊന്നും പാടില്ല. ഓക്കെ, റോൾ നമ്പർ എന്ന് എഴുതുക. ദെൻ നിങ്ങളുടെ ഇഷ്ടം പോലെ ആ കോളത്തിന് എന്ത് പേരാണോ നിങ്ങൾ കൊടുക്കുന്നത് അത് എഴുതുക. ഓക്കെ, റോൾ നമ്പർ, ദെൻ ഡാറ്റ ടൈപ്പ് അല്ലേ, ഇൻറ്റ്, ദെൻ പ്രൈമറി കീ. അവിടെ എന്താ ഒരു കീ ഞാൻ അവിടെ സെറ്റ് ചെയ്ത് കൊടുത്തില്ലേ. കുറേ പഠിച്ചിട്ടില്ലേ, വേറെ 5 കീസ് നമ്മൾ പഠിച്ചിട്ടില്ലേ, അതിൽ പ്രൈമറി കീ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അല്ലേ. റോൾ നമ്പറിൻ്റെ അവിടെ നെയിം എപ്പോഴും സ്ട്രിങ് ആയതുകൊണ്ട് (20) കൊടുക്കാം. സബ് 1, സബ് 2 മാർക്ക് അല്ലേ. സബ് 1 എന്ന് പറയുന്നത് എന്താ? ഇൻറ്റിജറിൽ എഴുതേണ്ടതാണ്. സബ് 2 എന്നുള്ളത് ഇൻറ്റിജറിൽ തന്നെ എഴുതേണ്ടതാണ്. ദെൻ ടോട്ടൽ ഇൻറ്റിജർ, ടോട്ടൽ എന്ന് പറയുന്നത് ഇൻറ്റിജറിൽ കൊടുക്കണം. ഓക്കെ, ഇനി ടേബിൾ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഏതൊരു
SQL പ്രോഗ്രാമിനും എന്ത് ചെയ്യണം? ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. ഈസിയിൽ ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് ടേബിൾ നെയിം, എന്നിട്ട് ഏതൊക്കെ ഫീൽഡ് ആണോ അതിൻ്റെയൊക്കെ ഡാറ്റ ടൈപ്പും കൊടുക്കുക. ദെൻ ലാസ്റ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം സെമിക്കോളൻ. ക്ലിയർ ആയി? ഓക്കെ. ഇനി അടുത്തതെന്ന് പറയുന്നത് ഇൻസേർട്ട് ആയിരിക്കും അല്ലെ. ഡാറ്റാസ് ഒക്കെ ഓരോ ഫീൽഡിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നതാണ് ഇൻസേർട്ട് അല്ലേ. ഇൻസേർട്ട് ഡാറ്റ ഇൻ ദി ഫീൽഡ്. അറ്റ്ലീസ്റ്റ് 5 റെക്കോർഡ്സ് എന്ന് പറയുന്നത്, അതായത് 5 റോയെങ്കിലും 5 ഡാറ്റാസെങ്കിലും നിങ്ങൾ എൻ്റർ ചെയ്യിക്കണം. അതിനുള്ള ഒരു കമൻറ്റ്, അതിനുള്ള ഒരു ക്വറിയാണ് ഇൻസേർട്ട് ഇൻ ടു സ്റ്റുഡൻറ്റ്. ഇൻസേർട്ട് ഇൻ ടു സ്റ്റുഡൻറ്റ് വാല്യൂസ്. ഇൻസേർട്ട് ഇൻ ടു സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നത് ടേബിൾ നെയിമിലേക്ക് ഇൻസേർട്ട് ചെയ്യേണ്ട വാല്യൂസ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ റോൾ നമ്പർ. റോൾ നമ്പർ എന്ന് പറയുന്നത് ആദ്യം 1 കൊടുക്കുക. ദെൻ നെയിം എന്ന് പറയുന്നത് നമുക്കറിയാതെ സ്ട്രിങ് ആണ്, ക്യാരക്ടറിലാണ് എഴുതേണ്ടത് അല്ലേ. അതുകൊണ്ട് തന്നെ സിംഗിൾ കോട്ട്സിൽ ഒരു നെയിം എഴുതുക. ദെൻ സബ്ജക്റ്റ് 1 സബ്ജക്റ്റ് 2. അപ്പോൾ നമുക്ക് എഴുതാനുള്ളത് എന്താ? sub 1 sub 2 മാത്രമേ ഉള്ളൂ. മാർക്ക് അവിടെ വേണ്ട. കണ്ടോ? റോൾ നമ്പർ, നെയിം, sub 1 sub 2. അപ്പോൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ എത്ര വാല്യൂസ് ആണ് ചെയ്യേണ്ടതെന്ന് ആദ്യം തന്നെ നോക്കുക. ഓക്കെ. റോൾ നമ്പർ, നെയിം, sub 1 sub 2. ഓക്കെ. അപ്പോൾ അങ്ങനെ ചെയ്തു അല്ലേ. ദെൻ ഈ ഭാഗത്ത് ഞാൻ എന്തുകൊണ്ടാണ് നള്ള് കൊടുത്തത്? നള്ള് കൊടുത്തതിൻ്റെ കാരണം അവിടെ ഒന്നുമില്ല. ആ സ്പേസ് എപ്പോഴും, അതായത് ആ ഒരു കോളം മാത്രം ബ്ലാങ്ക് ആയി കിടക്കണം, എംപ്റ്റി ആയിട്ട് കിടക്കണം. അതാണല്ലോ നള്ളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എംപ്റ്റി ആയിട്ട് കിടക്കണം. അതിന് വേണ്ടിയിട്ട് അവിടെ നള്ള് അവിടെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു. ഓക്കെ. അപ്പോൾ 1 ഹിത 35 25 നള്ള് കിട്ടി. ഇതുപോലെ തന്നെ ഒരു 5 എണ്ണം ചെയ്യണം, 5 റോസ് ചെയ്യണം. ഇൻസേർട്ട് ഇൻ ടു സ്റ്റുഡൻറ്റ് വാല്യൂസ് 2 മിഥു 30 40 നൾ. ഓക്കെ. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു ക്വറി കൊടുക്കുക. ഏതാണെന്നറിയോ? സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ്. ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഇത് പഠിച്ചു വെച്ചോളൂ കേട്ടോ. സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഈ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ടേബിളിലുള്ള മൊത്തം ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. ഓക്കെ. നമുക്ക് സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് ആണെങ്കിൽ നമുക്ക് എന്തൊക്കെ ഡീറ്റെയിൽസാണ് കിട്ടുക നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അല്ലേ. സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ഒരു ടേബിൾ ഉണ്ട്, നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. ആ ക്രിയേറ്റ് ചെയ്തതിൽ ഏതൊക്കെ ഫീൽഡാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്? റോൾ നമ്പർ. അപ്പം നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ചിട്ടാണ് ഇവിടെ പേര് വരിക കേട്ടോ. റോൾ നമ്പർ, നെയിം, sub 1 sub 2, ദെൻ ടോട്ടൽ. ആ ടോട്ടലിന് ഞാൻ TOT എന്നാണ് കൊടുക്കണുള്ളൂ, ടോട്ട് എന്നാണ് കൊടുക്കണുള്ളൂ. ഓക്കെ. ഇനി ഇതിലൊരു അങ്ങനെ ഒരു 5 എണ്ണം 1 2 3 4 5 നമ്മൾ കൊടുത്തിരിക്കുന്നു അല്ലേ. ഇൻസെർട്ട് ഡാറ്റയിൽ കൊടുത്തിരിക്കുന്നു. സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്തത്? 1 നെയിം ഹിത എന്നല്ലേ കൊടുത്തുള്ളത്? ഹിത. sub 1 അതിൽ കൊടുത്തിരുന്ന sub 1 ഏതാണോ അത് നമുക്ക് കിട്ടും. 20 30 ആണ് കൊടുത്തതെങ്കിൽ അങ്ങനെ കിട്ടും. ഓക്കെ. അടുത്തതെന്ന് പറയുമ്പോൾ മിഥു 25 35. അങ്ങനെ നമ്മൾ കൊടുക്കുന്ന വാല്യൂസ്, നമ്മൾ കൊടുക്കുന്ന ഡാറ്റയ്ക്ക് അനുസരിച്ച് ഇവിടെ അങ്ങനെ വരും. ഈ നൾ കൊടുത്തത് കൊണ്ട് ഇവിടെ എന്തായിരിക്കും? എപ്പോഴും എംപ്റ്റി ആയിരിക്കും. ക്ലിയർ ആയോ? അപ്പോൾ നമുക്കിത് സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് എന്ന് പറയുമ്പോൾ ഉടനടി എന്ത് ചെയ്യും? ടേബിൾ നമുക്ക് കാണിച്ചു തരും അവർ. മനസ്സിലായല്ലോ? അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താണ്? അപ്ഡേറ്റ് ദ ഫീൽഡ് ടോട്ടൽ വിത്ത് സം ഓഫ് sub 1 sub 2. എന്താ അതിൽ പറയുന്നത്? sub 1ഉം sub 2ന്റെ സമ്മ് ഏതിൽ എഴുതണം? ടോട്ടൽ ഫീൽഡ്, അതായത് ഇതിൽ എഴുതണം. ഇത് രണ്ടും കൂട്ടിയിട്ട് ഇതിൽ എഴുതണം എന്നാണ് പറയുന്നത്. അപ്ഡേറ്റ് ചെയ്യേണ്ട ഒരു ക്വറിയാണ് അപ്ഡേറ്റ് സ്റ്റുഡൻറ്റ് സെറ്റ്. ഓക്കെ. നമ്മളവിടെ സെറ്റ് എന്ന് വരെയൊക്കെ ഒരു കീവേഡ് യൂസ് ചെയ്യണമെന്ന് പഠിച്ചു അല്ലേ. ദെൻ ടോട്ട് ഈക്വൽ ടു sub 1
പ്ലസ് സബ് 2 ഇങ്ങനെ അവിടെ കൊടുക്കണം. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ SQL മനസ്സിലാവുന്നത് എന്താ? അപ്ഡേറ്റ് ചെയ്യണം. സ്റ്റുഡൻറ്റ് വീണ്ടും അപ്ഡേറ്റ് ചെയ്യണം. എന്ത്? ടോട്ടൽ എന്നുള്ളത് സബ് 1ഉം സബ് 2ഉം ആഡ് ചെയ്യുമ്പോൾ ടോട്ടലിൻ്റെ അവിടെ വരണമെന്ന് അവർക്ക് മനസ്സിലാവും. അപ്പോൾ എന്ത് ചെയ്യും? ഇനി ഈ ഒരു ക്വറി എഴുതിയതിന് ശേഷം നമ്മൾ ഈ ഒരു ടേബിൾ നമുക്ക് ഷോ ചെയ്യണമെന്ന് വിചാരിക്കുക. എന്ത് ചെയ്യണം? സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നത് ടൈപ്പ് ചെയ്യണം. സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് സെമിക്കോളൻ. ഓക്കെ, അപ്പോൾ എന്ത് വരും? ഈ ഒരു ടേബിൾ വരും. കൂട്ടത്തിൽ കൂടെ ഈ ടോട്ടലിൻ്റെ അവിടെ എന്ത് വരും? 50, 20 plus 30 50 and 25 plus 35 60. ഓക്കെ, നമ്മൾ എന്തൊക്കെ വാല്യൂസ് ആണോ കൊടുക്കുന്നത്, ഏതൊക്കെ സബ്ജക്റ്റുകളാണോ കൊടുക്കുന്നത്, സബ്ജക്റ്റ് മാർക്കാണോ കൊടുക്കുന്നത്, അതിൻ്റെ ടോട്ടൽ നമുക്കവിടെ അപ്ഡേറ്റ് ചെയ്തിട്ട് വരും. ഓക്കെ, ക്ലിയർ? അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസ്പ്ലേ ദി ഹയസ്റ്റ്. ഇത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് അല്ലേ? രണ്ടാമത്തെ ഡിസ്പ്ലേ ദി ഹയസ്റ്റ് റാങ്ക് ഇൻ സബ് 2. അതായത് സബ്ജക്റ്റ് 2-ലെ ഹയസ്റ്റ് റാങ്ക്, ഹയസ്റ്റ് മാർക്ക് എത്രയാണെന്ന് ചോദിക്കുന്നത്. ഇപ്പോൾ 30, 35, 20 അങ്ങനെ പോകുന്നു. അപ്പോൾ ഇതിൽ ഈ ഒരു മൂന്നെണ്ണത്തിലാണെങ്കിൽ അതിൻ്റെ മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 35 ആയിരിക്കും അല്ലേ? അപ്പോൾ ചോദിക്കുന്നത് എന്താ? ഡിസ്പ്ലേ ദി ഹയസ്റ്റ് റാങ്ക്. സബ് 2-ലെ ഹയസ്റ്റ് റാങ്ക് എന്തായിരിക്കും? അതിൽ നമ്മൾ കുറച്ച് ഫങ്ഷൻസ് പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്ത്? ആവറേജ് ഓഫ്, മാക്സ് ഓഫ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് ഫങ്ഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? അത് സെലക്ട് മാക്സ് ഓഫ് മാക്സിമം മാർക്ക് കിട്ടുക. സബ്ജക്റ്റ് 2-ലെ മാക്സിമം മാർക്ക് കിട്ടുക. എങ്ങനെയാണ് ചെയ്യേണ്ടത്? സെലക്ട് മാക്സ് ഓഫ് സബ് 2. ഇനി സബ് 2 എന്ന് മാത്രം കൊടുത്താൽ പോരാ, ഏത് ടേബിൾ ആണെന്ന് ശരിക്കും പറയണം അല്ലേ? ഫ്രം സ്റ്റുഡൻറ്റ്. ഓക്കെ, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ എന്താ കിട്ടുക? സെലക്ട് മാക്സ് ഓഫ് സബ് 2 ഫ്രം സ്റ്റുഡൻറ്റ്. അപ്പോൾ മാക്സിമം സബ് 2-ലെ മാക്സിമം മാർക്ക് 35 അല്ലേ? അപ്പോൾ നമുക്ക് ആൻസർ എന്താ കിട്ടുക? 35 എന്ന് കിട്ടും. ഈസി അല്ലേ? അപ്പോൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യേണ്ടതാണ് പഠിക്കേണ്ടത്. ക്രിയേറ്റ് ടേബിൾ, ടേബിൾ നെയിം, ദെൻ ആ ഫീൽഡുകൾ എഴുതുക. ഇൻസേർട്ട് ചെയ്യേണ്ടത് ഇൻസേർട്ട് ഇൻ ടു സ്റ്റുഡൻറ്റ് വാല്യൂസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എഴുതുക. ഓക്കെ, ദെൻ അപ്ഡേറ്റ് ചെയ്യേണ്ടത് എന്താണ്? അപ്ഡേറ്റ് സ്റ്റുഡൻറ്റ് സെറ്റ് ടോട്ട് ഈക്വൽ ടു സബ് 1 പ്ലസ് സബ് 2 അപ്ഡേറ്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെ ഒരു സെലക്ട് സ്റ്റാർ ഫ്രം എന്തിനു വേണ്ടിയിട്ടാണ്? ആ ടേബിൾ കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഡിസ്പ്ലേ ഹയസ്റ്റ് മാർക്ക്, റാങ്ക് എന്ന് എഴുതണ്ട, മാർക്ക് എഴുതാം അല്ലേ? ഹയസ്റ്റ് മാർക്ക് സബ് 2-ൻ്റെ ഹയസ്റ്റ് മാർക്ക് കിട്ടണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? സെലക്ട് മാക്സ് ഓഫ് സബ് 2 ഫ്രം സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും മാക്സിമം ആയിട്ടുള്ള മാർക്ക് നമുക്ക് കിട്ടും. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ ഈ പ്രോഗ്രാം എന്തായാലും എഴുതിയെടുക്കുക, സ്വന്തമായിട്ട് ഈ ക്വരീസ് എഴുതാൻ ശ്രമിക്കാം. ഓക്കെ, ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.